ഹായ്, ഒരു നാടൻ രസം തയ്യാറാക്കിയാലോ? നമുക്ക് രസപ്പൊടികളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ രസമാണ്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ആവശ്യത്തിനുള്ള കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണിൽ താഴെ മല്ലിപ്പൊടിയും ഒന്ന് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ചൂടാക്കി കിട്ടട്ടെ. ഇതിൽ കിടന്ന് കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ അവരവരെ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു തണ്ടോളം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലെ മെയിൻ ഘടകമായിട്ടുള്ള പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാവേ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട കായം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി കായവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് ഈ പുളിവെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളവും ഉപ്പും എരിവും എല്ലാം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി നല്ല കുറുകിയിരിക്കുന്നതായിട്ടുള്ള രസമാണ് കേട്ടോ. തക്കാളി നമ്മൾ പേസ്റ്റാക്കി ചേർത്തത് കൊണ്ട് ഇത് കുറുകിയിരിക്കുവാണ്. ഇനി ഇതാ ഒരു 1/4 ടേബിൾ സ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ചതും കൂടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഉപ്പും നമ്മൾ ആവശ്യത്തിന് വേണ്ടുള്ള എല്ലാം ചേർത്ത് നമുക്കത് നന്നായിട്ട് നമ്മുടെ പാകത്തിന് രസത്തിൻ്റെ ഉപ്പും പുളിയൊക്കെ വന്നു നോക്കിയതിന് ശേഷം നമ്മൾ ആ രസം സെർവ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളേ.